अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन वअला आलिहि वसह്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്। സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ കൂടുതൽ ദിക്റുകളിലേക്ക്, തസ്ബീഹുകളിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും നമ്മൾ ദ്വാരക്കും. അതുപോലൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ റമദാൻ തുടങ്ങിയ അന്നു മുതൽ തന്നെ ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ഒരുപാട് ആളുകൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് പല വീഡിയോകളിലൊക്കെയായി ദുആ വസിയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കമന്റ് എഴുതുന്നുണ്ടോ, അല്ലാഹുവേ പടച്ചവൻ എല്ലാവരുടെയും മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ദിക്റിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. പരിശുദ്ധ റമളാനിന്റെ 1 മുതൽ 30 വരെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ. ഇപ്പോൾ 3-ാമത്തെ പത്തിൽ പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള 2 ദുആകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ദുആ നമ്മൾ റമളാനിൻ്റെ ഏത് സമയത്തും പറയണം, ഏത് സമയത്തും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഈ ദുആ കഴിഞ്ഞിട്ട് 3 വട്ടം വീതം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം.
പ്രത്യേകിച്ച് അവസാനത്തെ 10 ഈ പുണ്യമായ രാവുകളിലും പകലുകളിലും ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ 2 ദുആകൾ നമ്മൾ പറയാൻ മറന്നു പോകരുത്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ പള്ളിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അതൊരു ആദത്തായി പതിവായി പറയുന്നത് കൊണ്ട് പുരുഷന്മാർ പറയും, പലപ്പോഴും ഉമ്മമാരത് മറന്നു പോവാറുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ദുആ മനസാന്നിധ്യത്തോടു കൂടി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പറയണം. അതോടൊപ്പം തന്നെ റമദാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആയി നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പവിത്രതകളേറെ നിറഞ്ഞ റമദാൻ, ഈ റമദാനിൻ്റെ 3-ാമത്തെ 10, ഈ 3-ാമത്തെ 10-ൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗ്ഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗ്ഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗ്ഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനൻ നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക.
اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതിനാൽ ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പൊ മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസ്സാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف
فاعف عني اللهم إنك عفو تحب العفو 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 فاعف عني വിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഈ സമയത്ത് പടച്ചോനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞതാ നിന്റെ അടുക്കലേക്ക് വരുന്ന ഈ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹുവേ. റമളാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെ പറ്റിയൊരു കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം. ഈ 27-ാം രാവിൽ ഈ പുണ്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹാദൽ ശഹ്റൽ അളീമ റമളാന ഷാഹിദൻ ലനാ لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا
لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا റമളാനിൽ നമ്മൾ അധികമായി പ്രത്യേകിച്ച് റമളാനിന്റെ ഈ അവസാനത്തെ പത്തിലേക്ക് അധികമായി നമ്മൾ പറയേണ്ടത് സ്വർഗ്ഗപ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് നമ്മൾ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. ഏതാണത്? ഒരാള് സ്വർഗത്തെ ചോദിക്കുന്നു ഒരു ദിവസം 3 വട്ടം സ്വർഗത്തെ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് ഒരാൾ ചോദിച്ചാൽ സ്വർഗം തന്നെ പറയുമെന്നാണ്, അല്ലാഹുവേ ആ പാവപ്പെട്ട സാധു എന്നെ ചോദിക്കുന്നുണ്ട്, അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പറ്റി സ്വർഗം അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെയാ സ്വർഗത്തെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ ഞാൻ ഇതാ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ ചോദിക്കുകയാണ്. ആ അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോ, അല്ലാഹുവേ റിസുഖ്നി, നീ എനിക്ക് ഓശാരമായി തരണം. എന്ത് തരണം? അഅ്ലാ ദറജത്തുൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ പദവി തരണം. സ്വർഗത്തിൽ ഒരുപാട് പദവിയുണ്ട്. സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, ജന്നത്തുൻ നഈം ഉണ്ട്, അങ്ങനെ ഒരുപാട് ദറജകളുണ്ട്, പദവികളുണ്ട്. അപ്പോൾ ആ പദവികൾ ചോദിച്ചിട്ടുള്ള ദുആയാണ് നമ്മൾ ഇനി പറയുന്നത്. അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ الجنة اللهم ارزقني درجات 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 الجنة
اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة اللهم ارزقني درجات الجنة സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ മൗലിദൊക്കെ സാധാരണ ഓതുന്ന ഒരു 2 ബൈത്ത് ഉണ്ട്. പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ വിശുദ്ധമായ റമദാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വലിയ ഒരു കാവൽ കിട്ടേണ്ട മാസമാണ്.
മാത്രമല്ല ഈ റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടണം, ഒരു സലാമത്ത് കിട്ടണം, ഒരു കാവൽ കിട്ടണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവൽ കിട്ടാൻ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് എല്ലാവിധ ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന പുണ്യമായൊരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പരിശുദ്ധമായ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ ചെയ്യുക എന്നുള്ളത്. ആ തൗബയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ തൗബ ഏറ്റു പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായി ഇത് നിങ്ങൾക്കറിയാമായിരിക്കാം, അത് സ്വന്തമായി പറഞ്ഞ് ഒരുപാട് കണ്ട് ദ്വാരക്കുക. ഇപ്പോൾ നമ്മളിവിടെ ദ്വാരക്കുന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ പ്രത്യേകം സ്പെഷ്യലായി നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഈ ഒരു സദസ്സിൽ നമ്മൾ തൗബ പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ തൗബയെ, നമ്മുടെ ദിക്റിനെ, നമ്മുടെ മറ്റ് തസ്ബീഹുകളെ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാ. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലം, പള്ളിയാണെങ്കിൽ പള്ളി, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നമ്മൾ നിസ്കാരപ്പായിലോ മുസല്ലയിലോ ഒക്കെ ഇരുന്നിട്ട് ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക, വുളുവോടുകൂടി ഇരിക്കുക, ഔറത്തുകൾ മറക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുക, എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം അത് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥതയോടുകൂടി പറയണം. എന്നിട്ട് വീണ്ടും പറയുക. എന്ത്? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം
അൽ കരീം അർ റഹീം. പിന്നെ വീണ്ടും അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب അസ്തഗ്ഫിറുല്ലാഹ് അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഖാതിറൻ വനാളിറാ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഇപ്പോൾ നമ്മൾ ഇത്രയും അറബിയാ പറഞ്ഞത്. ഇനി അതിൻ്റെ മലയാളം നമ്മൾ പറയും, നല്ലതുപോലെ പറയും. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവവും ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ വൻദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഞങ്ങൾ തൗബ ചെയ്യുന്നു അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന ഖുർആൻ കൽപ്പിച്ച പ്രകാരം ഖാസിലായ തൗബ ചെയ്ത് മടങ്ങുകയും ഇനിമേലാൽ യാതൊരു ദോഷവും യാതൊരു തിന്മയും യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അറബിയുടെ മലയാളമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വീണ്ടും വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്തു പോയ പാപികളാകുന്നു അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ട് വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ അല്ലാഹുവേ, തീർച്ചയായും കഠിനമായ നരകശിക്ഷയിൽ ഞങ്ങൾ വീണുപോകും അല്ലാഹ്. നിന്റെ കൃപ കൊണ്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹുവേ, ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്.
അത് വല്ലാത്തൊരു തൗബയാണ്. മനസ്സിൽ കൈവച്ച് ഇങ്ങനെ നമ്മളിത് കേട്ടിങ്ങനെ പറയുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. വീണ്ടും നമ്മൾ പറയണം വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ ഖബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിനെ കൊള്ളേ അല്ലാഹുവേ, ഞങ്ങളെ നീ തട്ടിമാറ്റണേ അല്ലാ. നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാ. ഇപ്പോ ഖുർആനിലെ 2 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ദിക്ർ കൂടി പറഞ്ഞാണ് തൗബ അവസാനിപ്പിക്കുന്നത്. ഒന്നിച്ച് പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച്, ഈമാനോടുകൂടി മരിപ്പിച്ച്, ഈമാനോടുകൂടി ഖബറിൽ അടക്കം ചെയ്ത്, ആ ഖബറിൽ നിന്നും രണ്ടാമത് ഹയാത്ത് നൽകി ആഖിറത്തിലേക്ക് മഹ്ശറയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് ഞങ്ങളുടെ വലത് കയ്യിൽ നീ വെച്ച് തരേണമേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്. ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മരണത്തിന് ശേഷവും നിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ വിശ്വാസമായിട്ടായിരിക്കും വരിക. അല്ലാഹുവേ, മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി അസ്തഗ്ഫിറുല്ലാഹ് 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 ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അല്ലാഹു തആല ഈ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങൾ പുറത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ തൗബ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു ദ്വാരക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടു അല്ലാഹ്, കാതുകൾ കൊണ്ട് കേട്ടു, നാവുകൾ കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിച്ചു, കൈകൾ കൊണ്ട് പിടിച്ചു, കാലുകൾ കൊണ്ട് നടന്നുപോയി. റബ്ബേ, എല്ലാ തരത്തിലുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് ഈ റമളാനിന്റെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും, ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കണേ റഹ്മാനെ.
അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെന്നും മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഈ 27-ാം രാവിലെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റമളാനിന്റെ 27-ാം രാവിലാണ് ഞങ്ങളുള്ളത്. വിശുദ്ധമായ റമളാനിന്റെ സുന്ദരമായ പവിത്രമായ 4ാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 10,000 കണക്കിന് ഉമ്മമാരും
ഉപ്പമാരും അല്ലാഹുവേ ആമീൻ പറയുന്ന സദസ്സാണ്. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 27-ാം രാവെന്ന് പറഞ്ഞാൽ ലോക മുഅ്മിനീങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ പറയുന്ന, തൗബ ചെയ്യുന്ന, സ്വർഗപ്രവേശനം ചോദിക്കുന്ന, നരകമോചനം ചോദിക്കുന്ന രാവാണ്. ഞങ്ങളും അതാ ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ കോപത്തിന് ഇരയായ ആളുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള തൗബ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു, ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തൗബ നീ സ്വീകരിച്ച് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാം ഞങ്ങൾ തവക്കുലാക്കുകയാണ്, എല്ലാം ഞങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്നെ തവക്കുലാക്കി ഞങ്ങൾ ദുആ ചെയ്യുന്നു. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് ഏറ്റതാണല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ തൗബ സ്വീകരിച്ച് ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഇനി ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ പറ്റിപ്പോയതാണ് റബ്ബേ, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ കാരുണ്യം കിട്ടിയ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവസാനം ഈ റമളാൻ നിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. കരുണയുള്ള റബ്ബേ, റഹ്മാനായ അല്ലാ, ഗഫാറായ അല്ലാ, സത്താറായ അല്ലാ, ഗഫൂറായ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ തൗബ സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ തെറ്റുകളും പൊരുത്തം നൽകി അല്ലാഹുവേ ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇന്നത്തെ രാത്രി ചെയ്യുന്ന അതുപോലെ നാളെ പകൽ അല്ലാഹുവേ 27-ാം രാവിലും 27-ാമത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് അല്ലാഹുവേ, അതെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ തസ്ബീഹ് നിസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ കബൂലാക്കണേ അല്ലാ. റമളാൻ, വിശുദ്ധ റമളാൻ, ആ റമളാനിന്റെ 1-ാമത്തെ ദിനം മുതൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ദുആരക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവരെ നീ വെറുതെയാക്കല്ലേ അല്ലാ, അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള മജ്ലിസാണ് റബ്ബേ. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ആ ഉമ്മമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ഉപ്പമാര് മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. 27-ാം രാവിന്റെ പുണ്യം അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന് പകരം ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. വിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ 27-ാം രാവിന്റെയും വെള്ളിയാഴ്ച രാവിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികൾ പലരും ഖബറിലാണ്, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അല്ലാഹുവേ പരിശുദ്ധമായ ഈ റമളാനിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നരകം കണ്ണുകൊണ്ട് പോലും കാണുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ ഈ റമളാനിന്റെ അവസാനത്തെ 10 നരകമോചനം കിട്ടുന്ന 10ആണല്ലോ. ഞങ്ങൾ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ ഹിസാബിനെ തൊട്ട് കാക്കണേ അല്ലാ, നിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, എല്ലാം നീ മാറ്റി സലാമത്ത് തരണേ ഖൈർ തരണേ ബറക്കത്ത് തരണേ അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹുവേ. പാവങ്ങളാണ് ഉമ്മമാര്, ആ പാവങ്ങളായ ഉപ്പമാര് റബ്ബേ അവരെ നീ കൈവെടിയല്ലേ അല്ലാഹുവേ. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും കൊടുക്കണേ അവരൊക്കെ മനസ്സിൽ ഓരോ മുറാദുകൾ ഓരോ ഉദ്ദേശങ്ങൾ കണ്ടിട്ടാണ് കമന്റ് എഴുതുന്നത് റബ്ബേ. ആ കമന്റ് എഴുതുന്ന ദുആ വസിയത്ത് പറയുന്ന ആ പാവങ്ങളെ നീ കൈവെടിയല്ലേ അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ കണ്ട് പരിഹരിക്കണേ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ ഞങ്ങളുടെ ദുആഇനെ തട്ടിക്കളയല്ലേ റബ്ബേ. സ്വീകരിക്കണേ നീ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരും സ്വീകരിക്കാനില്ല നീ ഖൈറിലാക്കണേ ബറക്കത്തിലാക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ ഞങ്ങളെല്ലാവരും പരിശുദ്ധമായ റമളാനിലാണ് അല്ലാഹുവേ. ഞങ്ങളൊക്കെ സുഖ സൗകര്യത്തിലാണുള്ളത്. ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം നീ തന്നിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ വെള്ളം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സമാധാനമുണ്ട് എന്നാൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അഭിമാനം കൊടുക്കണേ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. ഇന്ത്യൻ മുസൽമാനെ നീ കാക്കണേ പല സ്ഥലത്തും മുസ്ലിമായതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെടുകയാണ് അല്ലാഹുവേ. വലിയ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹുവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരന്മാരാകുന്ന സഹോദരിമാരാകുന്ന ഗസയിലെ ഫലസ്തീനിലെ റഹ്മാനെ ഒരുപാട് മുഅ്മിനീങ്ങൾ അവരൊക്കെ പെരുവഴിയിലാണ് റബ്ബേ. നീ കാണുന്നുണ്ടല്ലോ അവർക്ക് നീ സമാധാനം കൊടുക്കണേ ശാന്തി കൊടുക്കണേ അല്ലാഹുവേ. ആ ഗസയിലെ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ. പടച്ചവൻ അവിടെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് മരണപ്പെട്ടത്. ആ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും റബ്ബേ നീ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ആ ജൂത സൈനിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണേ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ബദറിൽ സഹായിച്ച റബ്ബേ, മലക്കുകളെ ഇറക്കി സഹായിച്ച ആ ഫലസ്തീനിലെ മക്കളെ നീ കാക്കണേ അല്ലാഹുവേ. ഫിർഔനിനെയും നമ്രൂദിനെയും ഹാമാനിനെയും നശിപ്പിച്ച റബ്ബേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ സമാധാനപരമായ ജീവിതം ഞങ്ങൾക്ക് നീ നസീബാക്കണേ ഒരുപാട് കമന്റ് എഴുതുന്ന ഉമ്മമാരും ഉപ്പമാരും പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, നിങ്ങൾ ദുആ ഇറക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് മുറാദുകളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹ പ്രായമെത്തിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കല്യാണം നടന്നിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീട് പണി നടക്കുന്നു അത് ഖൈറായി മാറാൻ ദുആ ഇറക്കാൻ പറഞ്ഞവർ, ഇങ്ങനെ നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അതുപോലെ മക്കളുടെ പരീക്ഷകൾ നടക്കുന്നു, അതൊക്കെ ഉന്നതമായ വിജയത്തിലാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ, വിഷമങ്ങൾ മാറ്റി തരണേ അല്ലാ. ഈ വീഡിയോകൾ കാണുന്ന ഞങ്ങളുടെ ഈ ചാനൽ അല്ലാഹു, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതുന്ന, ഈ വീഡിയോകൾ കണ്ടിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അവരെ നീ കൈവെടിയല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരുപാട്
പേര് രോഗികളാണ്. രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ, ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ, ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.